പിന്നാണെങ്കിൽ ഞാൻ എന്നോട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ ഉത്തരം പറയാം. ആദ്യത്തേത് ഗാലക്സി ഇന്ത്യയിലെ അഡ്മിഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളത്. ഞാനാണെങ്കിൽ അതായത് 2025 നീറ്റാണല്ലോ എനിക്ക് കിട്ടിയത്. അപ്പോൾ 2024 നീറ്റിൻ്റെ 3ാമത്തെ അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ നീറ്റ് എക്സാമിൻ്റെ മാർക്കിൻ്റെ ബേസിൽ ഗാലക്സി ഇന്ത്യയിൽ അഡ്മിഷൻ എടുത്തത്. ഇപ്പോഴെങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല, കാരണം ഇപ്പോൾ അത് ഗേൾസ് ഉള്ള ക്യാമ്പസ് ആയല്ലോ. അപ്പം അവരോട് ചോദിക്കുന്നതായിരിക്കും ബെറ്റർ. പിന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ളത്. ഫിസിക്സ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ക്ലാസ്സിൽ പോയി കാണും. ക്ലാസ്സിൽ പോയി കണ്ടിട്ട് ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സംഭവങ്ങൾ നമ്മൾ മടുക്കുമല്ലോ, സ്വാഭാവികമായും മടുക്കും. അപ്പം ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് അത് വീണ്ടും വായിക്കാതെ പഠിപ്പിച്ചതിനകത്തു നിന്ന് എത്രത്തോളം മനസ്സിലായെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സ്റ്റഡി മെറ്റീരിയൽ, സ്റ്റഡി പാക്കേജ്, പിന്നെന്താ അത് രണ്ടും ആദ്യം ചെയ്യുമായിരുന്നു. പിന്നെ വർക്ക് ബുക്ക് ഇത്തിരി കട്ടിയാണല്ലോ, അപ്പോൾ അത് ആദ്യം ചെയ്യാൻ പോകത്തില്ലായിരുന്നു. ഇത് രണ്ടും ചെയ്ത് കഴിയും. പിന്നെ അപ്പം അത് കഴിയുമ്പോഴത്തേക്ക് എന്തൊക്കെ മനസ്സിലായില്ല എന്ന് മനസ്സിലാവും. പിന്നീട് ആ ടോപ്പിക്സ് ഇരുന്ന് പഠിക്കും. ടോപ്പിക്സ് പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമെന്നുണ്ടോ എന്ന് നോക്കും. അങ്ങനെയായിരുന്നു എൻ്റെ ഡെയിലി ബേസിസിൽ ഫിസിക്സ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഫിസിക്സ് ഒരു ചാപ്റ്റർ തീർന്നു കഴിയുമ്പോഴത്തേക്കും NCERT ക്വസ്റ്റ്യൻസും വർക്ക് ബുക്കും സ്റ്റഡി മെറ്റീരിയലും എക്സാമിൻ്റെ മുമ്പത്തെ ഞായറാഴ്ച ഇത് മുഴുവൻ ചെയ്യും. പറ്റുന്ന അത്രയും ചെയ്ത് തീർക്കാൻ നോക്കും. രാവിലെ തൊട്ടിരുന്നിട്ട് 8 മണി, ഞാൻ താമസിച്ച് എണീക്കുന്നത്, അപ്പോൾ അതനുസരിച്ച് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇത് ചെയ്ത് തീർക്കും. പിന്നുള്ളത് കെമിസ്ട്രി വരുവാണെങ്കിലും സെയിം പോലെ തന്നെ എന്നും ആ ക്ലാസ് കഴിഞ്ഞ് വരിക. ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് പഠിച്ചതിന് മനസ്സിലായിട്ടുള്ള സ്റ്റഡി പാക്കേജ്, സ്റ്റഡി മെറ്റീരിയൽ ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞിട്ട് സ്റ്റഡി മെറ്റീരിയൽ ചെയ്ത് കഴിയുമ്പോൾ അറിയാത്ത വരുമ്പോൾ വീണ്ടും വായിക്കുക. വീണ്ടും വായിച്ച് കഴിഞ്ഞിട്ട് പറ്റുന്ന പോലെ ചെയ്യുക. പിന്നെ എക്സാമിൻ്റെ മുമ്പാകുമ്പോഴത്തേക്കും അതിൻ്റെ മുമ്പേ വർക്ക് ബുക്ക് ചെയ്ത് തീർക്കണം. ഇത് ആ ഒരു രീതിയിൽ അങ്ങ് എടുക്കുക. ആ ഒരു ഫ്ലോയിൽ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് ഒരു മസിൽ മെമ്മറി പോലെ അങ്ങ് ചെയ്യുന്നോളും. അതെന്തോ അങ്ങ് ചെയ്ത് തീർക്കും. അപ്പം നമ്മൾ സ്റ്റഡി പാക്കേജും സ്റ്റഡി മെറ്റീരിയലും നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് വർക്ക് ബുക്കേ ഉള്ളൂ ഒരു ഇത്തിരി കട്ടി വരുന്നത്. അതും ലെവൽ അനുസരിച്ച് ലെവൽ 3 ഒക്കെ വരുമ്പോഴത്തേക്കുള്ളൂ ഭയങ്കര കട്ടി വരുന്നത്. അപ്പോൾ അതനുസരിച്ച് ചെയ്യുക. പിന്നെ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും എക്സാമിൻ്റെ മുമ്പ് വർക്ക് ബുക്കും സ്റ്റഡി മെറ്റീരിയലും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉറപ്പിക്കുക. കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത് ഉറപ്പിച്ചേക്കണം. എല്ലാ ഞായറാഴ്ചയും കംപ്ലീറ്റ് ആയിട്ടുള്ള തീർത്തേക്കാം. പിന്നെ അപ്പം ക്ലാസ്സിലാണെങ്കിലും നമുക്ക് മടുക്കും. അപ്പം നമ്മൾ നേരത്തെ ഒന്ന് നമുക്കറിയാത്ത ടോപ്പിക്സ് എക്സാം എഴുതി കഴിയുമ്പോൾ നമുക്കറിയാമല്ലോ ഇങ്ങനെ ടോപ്പിക്സാണ് നമുക്കറിയാത്തതെന്ന് നമുക്കൊരു പൊതുധാരണ കാണും നീറ്റ് കഴിയുമ്പോഴത്തേക്കും. അത് കഴിഞ്ഞിട്ട് റിപ്പീറ്റിന് പോകുന്നതെങ്കിൽ അപ്പം ആ ടോപ്പിക്സ് ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പം റിലേറ്റീവ് വെലോസിറ്റിയുടെ 1 ഡയമെൻഷൻ വരുമ്പോൾ 2 ഡയമെൻഷനിനകത്ത് റിലേറ്റീവ് വെലോസിറ്റി എനിക്ക് പാടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ ശരിക്കും ചെയ്യുകയും കൂടാതെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കുകയും ചെയ്യായിരുന്നു. മോഡലിൻ്റെ സമയമായപ്പോഴത്തേക്ക് അതിൻ്റെ മുമ്പേ നീറ്റ് എക്സാംപ്ലർ കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചായിരുന്നു. പിന്നെ ബയോളജി വരുമ്പോഴത്തേക്കും ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് പഠിക്കുക. ഓരോ ലൈൻ്റെ അർത്ഥം മനസ്സിലാക്കി പഠിക്കുക. അതിൻ്റെയും ക്വസ്റ്റ്യൻസ് ചെയ്യുക. ലേണിംഗ് ആപ്പിലെ ക്വസ്റ്റ്യൻസ് ഞാൻ ഇപ്രാവശ്യം ഏറ്റവും വലിയ മാറ്റമായിരുന്നു. ബയോളജിയിലെ ലേണിംഗ് ആപ്പിലെ ക്വസ്റ്റ്യൻസ് അതായത് വായിക്കാൻ തോന്നത്തില്ല ഒരു പരിധി കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അങ്ങ് ക്വസ്റ്റ്യൻസ് ചെയ്തോളാം. ക്വസ്റ്റ്യൻസ് അങ്ങ് ചെയ്താകുമ്പോഴത്തേക്കും ഓരോ ലൈനും നമുക്ക് കാണാപ്പാടമാവും. നമ്മൾ ഫോഴ്സ് ഇടേണ്ടി വരത്തില്ല. അങ്ങനെ ഒരു ലൈനിൽ നിന്ന് ഞാൻ എത്രമാത്രം ക്വസ്റ്റ്യൻസ് ചെയ്യാം, ലെവൽ കൂട്ടി. ഇനിയിപ്പോൾ ലെവൽ 1ൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് മടുപ്പ് വരും. കാരണം നമുക്കറിയാം ഇതെല്ലാം എനിക്കറിയാമല്ലോ എന്നുള്ള ചിന്ത വരും. അപ്പം ഞാൻ എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും ഡിഫിക്കൽട്ട് ലെവലിൽ നിന്ന് തുടങ്ങും. അപ്പം എനിക്ക് മനസ്സിലാവും എനിക്കൊന്നും അറിയില്ല. അപ്പം ഞാനത് കൂടുതൽ ഒന്നും കൂടി ശ്രദ്ധിച്ച് പഠിക്കും. അപ്പം അങ്ങനെ ചെയ്യാം. ഇതും ഈ സെയിം പാറ്റേൺ സ്റ്റഡി പാക്കേജ്, വർക്ക് ബുക്ക് ബയോളജി നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ സ്റ്റഡി മെറ്റീരിയൽ. പിന്നെ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും NCERT എക്സാംപ്ലർ മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള ഉറപ്പ് വരുത്തണം. ഇത്രയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേണ്ടത്. പിന്നെ തെറ്റിക്കഴിഞ്ഞാലും തെറ്റിയ ക്വസ്റ്റ്യൻ എഴുതി വെച്ച് ബുക്കിൻ്റെ വോളിയം കൂട്ടുക എന്നതിലുപരി ആ എഴുതി വെച്ചേക്കുന്ന നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ സൈഡിൽ തന്നെ വല്ലതും എഴുതി വെക്കാൻ നോക്കുക. അപ്പോൾ നമ്മളൊന്നും കൂടെയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് നോക്കും, ഇതെനിക്ക് തെറ്റിയതാണല്ലോ, അപ്പം ഞാൻ ഈ പോർഷനിനകത്ത് സ്ട്രെസ്സ് കൊടുക്കണമല്ലോ എന്നുള്ള ചിന്ത വരും. മറ്റേത് എഴുതി വെക്കാനാണെങ്കിൽ ഞാൻ നോക്കത്തില്ലായിരുന്നു. ജനുവലി ഞാൻ നോക്കിയിട്ടേ ഇല്ല എഴുതി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ആ പരിപാടി നിർത്തി ഒരു പകുതി ആയപ്പോഴത്തേക്കും പകരം ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി. അതും നല്ലതാണ്. NCERTയുടെ പുറകിലുള്ള ക്വസ്റ്റ്യൻസ് ഫിസിക്സ് ചെയ്യുക. ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഇതിനകത്തെല്ലാം ഒന്നും നമുക്ക് കിട്ടത്തില്ല. അപ്പം കിട്ടാത്തപ്പം വെറുക്കാതെ
അതൊരു തവണ അതിൻ്റെ സൊല്യൂഷൻ നോക്കുക. സൊല്യൂഷൻ നോക്കിക്കഴിഞ്ഞിട്ട് മനസ്സിലാവുമല്ലോ ഇന്നതാണ് പ്രശ്നം എന്നുള്ളത്. ഇന്നതാണ് പ്രശ്നം എന്ന് മനസ്സിലാക്കുമ്പോഴത്തേക്കും വീണ്ടും ആ സൊല്യൂഷൻ ഒരു ദിവസത്തിൻ്റെ ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ അത് ഒന്നും കൂടെ ഓർമ്മ വരും. അടുത്ത ദിവസം ഇതൊന്നും തന്നെ നോക്കാതെ ആ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് എടുത്ത് ചെയ്യുക. അങ്ങനെ ഒരു ഗ്യാപ്പിനനുസരിച്ച് വരുമ്പോൾ ആ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള സാധനം നമുക്ക് ഓർമ്മയിലിരിക്കും. കുറച്ചൊക്കെ നമുക്ക് നമ്മുടെ ബുദ്ധി ഉപയോഗിക്കാം. അപ്പം 2 ദിവസം ആകുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായി ഇത്രയും ലോങ് സ്റ്റെപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, വേറൊരു സ്റ്റെപ്പിൽ കൂടെ ഞാൻ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു മെത്തേഡ് വേണമെങ്കിൽ പഠിച്ചു വെക്കാം, അങ്ങനെയുള്ളതായിട്ട് ചിന്തിക്കാം. കെമിസ്ട്രി ആണെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ എന്നും കണ്ട് ചെയ്യുക. എനിക്ക് ഭയങ്കര പാടായിരുന്നു ഓർഗാനിക് കെമിസ്ട്രി. ഇൻഓർഗാനിക്കും ഫിസിക്കലും പിന്നെയും നമുക്ക് ഓർക്കാം, പക്ഷേ ഓർഗാനിക് കാണാപ്പാടം. അപ്പം അത് കൂടുതലും ഒന്നെങ്കിൽ ക്വസ്റ്റ്യൻസ് വരെ അപ്രോച്ച് ചെയ്യാൻ നോക്കുക, എന്നും ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്താൽ, അല്ലെങ്കിൽ ആ തിയറി വീണ്ടും ഇങ്ങനെ വായിക്കാം. അതേ ചെയ്യാൻ പറ്റും ഓർഗാനിക് വരുമ്പോഴത്തേക്ക്. ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത് അതല്ല, വേറെ വഴിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. പക്ഷേ എനിക്കങ്ങനെ പറ്റിയിട്ടുള്ളൂ. ഭയങ്കര പാടായിരുന്നു എനിക്ക് ഓർഗാനിക്. അപ്പം ഞാൻ വീണ്ടും റിയാക്ഷൻസ് നോക്കുമായിരുന്നു. പിന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ശരിക്കും ചെയ്യുക. ഇ ലേണിംഗ് ആപ്പ് മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുക. നമ്മൾ മടുക്കുന്ന സമയത്ത് ഇ ലേണിംഗ് ആപ്പ് യൂസ് ചെയ്യുക. അപ്പോൾ ഈ ലെവൽ 1 നിന്ന് തുടങ്ങരുത്, കൂടുതൽ ലെവലിൽ നിന്ന് നമ്മളെപ്പോഴാണ് മടുക്കുന്നത്. നമുക്ക് തോന്നുന്നു നമുക്കറിയാമെന്ന് തോന്നുമ്പോഴാണ് നമുക്ക് വായിക്കാനും നമുക്ക് പഠിക്കാനൊക്കെ മടി തോന്നുന്നത്. അപ്പോൾ നമുക്ക് അറിയില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യാൻ നോക്കാം. അത്രേ ഉള്ളൂ അത് പറയാം. പിന്നെ എല്ലാം ആദ്യം തൊട്ടേ തുടങ്ങാം. ഇങ്ങനെ ഞാൻ ചെയ്യുന്നത്. അപ്പം എൻ്റെന്ന് വെച്ചാൽ തിങ്കളാഴ്ചയാണ് എക്സാം വരുന്നത്. ആ സമയത്ത് ഇപ്പം പിന്നെ അഡ്വാൻസ്ഡും മറ്റേതുമാണല്ലോ, ഇപ്പോഴത്തെ പാറ്റേൺ വ്യത്യാസമാണെങ്കിൽ ആ രീതിക്ക് തന്നെ മോഡിഫൈ ചെയ്യാൻ നോക്കുക. പിന്നെ മോഡൽ എക്സാം ഒക്കെ തുടങ്ങുന്നതിന് മുമ്പേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെ വഴിയിലൂടെ നമുക്ക് പഠിക്കാമെന്നുള്ളത് നമ്മൾ സ്വയം എക്സ്പീരിമെൻറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക. പോസിറ്റീവായിട്ടിരിക്കുക. പോസിറ്റീവ് ചിന്തിക്കാൻ പാടാണ്, പക്ഷേ നെഗറ്റീവാണ് ഈസി ആയിട്ട് വരുന്നത്. പക്ഷെ പോസിറ്റീവ് ചിന്തിക്കുക, നമുക്ക് കിട്ടിയാൽ അടിച്ചു പൊളിയെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പഠിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട് സ്റ്റിൽ. പക്ഷേ നമുക്ക് നീറ്റ് ക്രാക്ക് ചെയ്യണമെന്നുള്ള ഇതില്ലല്ലോ, അത് കഴിഞ്ഞല്ലോ. പിന്നെ 5 വർഷത്തിനുള്ളിലുള്ള കലാപരിപാടി ആയതുകൊണ്ട് അത്രയ്ക്ക് നമ്മൾ സ്ട്രെസ്സിലോട്ട് പോകത്തില്ല. എക്സാമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടൊക്കെ ഭയങ്കര എക്സാമാണ്, എക്സാം ഇടല്ല. അപ്പം അത് മാത്രം ചിന്തിക്കേണ്ട. പക്ഷേ മറ്റേ ഒരു സ്ട്രെസ്സ് എന്താവോ എന്നുള്ള ചിന്തയില്ല, എന്തെങ്കിലുമൊക്കെ ആവോ എന്നുള്ള ഉറപ്പിക്കാൻ. അപ്പം ആ രീതിക്ക് പഠിക്കാം. പിന്നെ കിട്ടിക്കഴിഞ്ഞ ഒരു സുഖമാണ്. അപ്പം ആ ഒരു രീതിക്ക് തുടക്കത്തിലേ ചിന്തിക്കുക. ഞാൻ ഞായറാഴ്ചയായിരുന്നു. അപ്പം ഞാൻ ഞായറാഴ്ച താമസിക്കുക എണീക്കൂ, 8 മണിയാവും എണീക്കാൻ. പിന്നെ ഫുഡ് വരുന്നത് ഞങ്ങൾക്ക് അവിടെ ഫുഡ് കൊണ്ട് തരുമായിരുന്നുകൊണ്ട് ആ രീതിക്ക് 8 മണിക്കായിരുന്നു എന്ന് തോന്നുന്നു. ഞാൻ എണീക്കും, അത് കഴിഞ്ഞിട്ട് അങ്ങ് ഇരുന്നിട്ട് ഫിസിക്സ് കെമിസ്ട്രി ഏതാണോ ഓർഡർ പോകുന്നത് ആ ഓർഡറിൽ ഞാൻ പഠിക്കാൻ തുടങ്ങും. ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യും. പിന്നെ ഞങ്ങളുടെ കയ്യിൽ അതിന് മുമ്പിലത്തെ ഈ സെയിം യൂണിറ്റിൻ്റെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ 3 പേരും മാറി ചെയ്യുമായിരുന്നു. പിന്നെ എൻ്റെ റൂംമേറ്റ്സ് വേറെ ബാച്ച് ആയതുകൊണ്ട് അവർ D ബ്ലോക്കിലും ഞാൻ A ബ്ലോക്കിലും ആയതുകൊണ്ട് ചില സമയങ്ങളിൽ പോർഷൻസ് നേരത്തെ എനിക്ക് എക്സാമുള്ള സെയിം ടോപ്പിക് ആയിരിക്കത്തില്ല അവർക്ക് ചിലപ്പോൾ അത് നേരത്തെ കഴിഞ്ഞാണ്. അപ്പം ഞാൻ അവരുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കും, എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അവരെടുക്കും. അങ്ങനെയും ചെയ്ത് നോക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക. പിന്നെ സ്ട്രെസ് അടിക്കേണ്ട, കിട്ടും. നമ്മൾ ഒരു ടൈം ടേബിൾ വെച്ചിട്ട് അങ്ങ് പോയച്ചാൽ മതി. ടൈം ടേബിൾ എന്നുള്ള ഫോഴ്സ് കൊടുക്കേണ്ട. പിന്നെ ഇടയ്ക്കൊക്കെ വീട്ടിൽ പോവുക, സിനിമ കാണുക, ആവശ്യത്തെ എൻ്റർടൈൻമെൻറ്റ്. ഞാൻ ഇഷ്ടംപോലെ സിനിമ കണ്ടൊരു സമയമായിരുന്നു, ഇഷ്ടംപോലെ വീട്ടിൽ പോയൊരു സമയമായിരുന്നു. എനിക്ക് മടുക്കുന്നു, എനിക്ക് പറ്റുന്നില്ല എന്ന് തോന്നി അപ്പം ഞാൻ വീട്ടിൽ പോകും. ഞാൻ അവിടെ നിന്ന് പ്രഷറാവാൻ നോക്കത്തില്ല. പ്രഷറാവാൻ നോക്കിയാൽ പിന്നെ ഭയങ്കര പാടാണ്. പിന്നെ എക്സാമിന് ക്യാഷ് പ്രൈസൊക്കെ മേടിക്കാൻ നോക്കുക. നമുക്ക് അവിടെ ഇഷ്ടംപോലെ ഇതുണ്ടല്ലോ. നമുക്ക് പാല ബേക്കാസിൽ പോവാം, ഹംഗർ ബൈറ്റ്സിൽ പോവാം, പപ്സ് കഴിക്കാം. അപ്പം അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് ആ രീതിക്ക് അപ്പം ക്യാഷ് പ്രൈസ് എനിക്ക് മേടിച്ച് വീട്ടുകാരോട് ചോദിക്കാതെ ആ പൈസ എനിക്ക് ഫുഡ് അടിക്കാം. ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചായിരുന്നു പരിപാടി നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുക. ഒരു ചിട്ടയായിട്ട് പോയിച്ചാൽ മതി. ഇന്ന ടോപ്പിക്ക് പഠിപ്പിക്കുന്നു, ആ സെയിം ടോപ്പിക്ക് ഉടനെ വന്ന് വായിക്കാതിരിക്കുക. പകരം ആ ടോപ്പിക്കിൽ നിന്ന് എനിക്ക് എന്തൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് ആദ്യം മനസ്സിലാക്കുക. അതിന് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് സ്റ്റഡി മെറ്റീരിയലിനകത്തുള്ളത്, പിന്നെ വർക്ക് ബുക്കിലെ ലെവൽ 1 ലെവൽ 2 സ്റ്റഡി പാക്കേജ്, ഈ 3 നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ്. ഇപ്പോഴത്തെ എനിക്കറിയില്ല, ഞങ്ങളുടെ ടൈമിൽ അങ്ങനെ ആയിരുന്നു. ഇപ്പോൾ ഏതാണോ ഈസി അതനുസരിച്ച് നിങ്ങൾ അതിനെ ക്ലാസിഫൈ ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് ചെയ്ത് നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, എനിക്ക് ഈ ടോപ്പിക്ക് മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ ഞാനത് പഠിച്ച് ശരിയായിട്ടില്ല, എനിക്ക് ക്ലാസ്സിൽ നിന്ന് ഗ്രാസ്പ് ആയിട്ടില്ല അതെന്ന് മനസ്സിലാക്കുന്ന ടോപ്പിക്ക് വീണ്ടും ഇരുന്ന് പഠിക്കാം. അപ്പം നമുക്ക് മടുക്കത്തില്ല. അത് പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ
ആ സെയിം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. പറ്റുന്നില്ലെങ്കിൽ ഡൗട്ട് ചോദിക്കുക. ബാക്കിയുള്ള ഇതേപോലെ ക്വസ്റ്റ്യൻസ് ബാക്കിയുള്ള ഞാൻ അരിഹന്ത് യൂസ് ചെയ്യായിരുന്നു, NCERT എക്സാംപ്ലർ യൂസ് ചെയ്യായിരുന്നു. MTG ലാസ്റ്റ് മറ്റേ മോഡൽ എക്സാം നടക്കുമ്പോൾ നമുക്ക് ഗിഫ്റ്റ് കിട്ടത്തില്ല, അങ്ങനെയൊക്കെ MTG കിട്ടിയിട്ട് ഞാൻ കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ MTG അധികം ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ കൂട്ടുകാരിയുടെ എടുത്തിട്ടും കുറച്ചേ നോക്കിയിട്ടുള്ളൂ. അരിഹന്തും MTGയും ഏകദേശം എനിക്ക് ഒരുപോലെയാണ് തോന്നിയത്. അപ്പോൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, ചെയ്ത് അത് പക്കയാക്കാം. ആ ടോപ്പിക്ക് ഓരോ ചാപ്റ്റർ ആകുമ്പോഴത്തേക്കും നമുക്കറിയാവില്ല, ഇന്ന പോർഷൻ എനിക്കറിയില്ല, ഇന്ന പോർഷൻ ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടേ പോകത്തുള്ളൂ. ആ രീതിക്ക് അത് ചെയ്ത് പോകാൻ മതി, വേറെ സ്ട്രെസ് അടിക്കേണ്ട. പിന്നെ മാർക്ക് കുറയാം, മാർക്ക് കൂടാം. എനിക്ക് നീറ്റ് എക്സാമിൻ്റെ മുമ്പത്തെ ആഴ്ചയൊക്കെ ആയപ്പോഴത്തേക്ക് നല്ലപോലെ കുറയുന്നൊരു ട്രെൻഡായിരുന്നു. ആദ്യം ഭയങ്കരമായിട്ട് ഇരുന്നിട്ട് പിന്നെ കുറഞ്ഞു. പക്ഷേ അപ്പം ഞാൻ എൻ്റെ സാറിനോട് പോയി സംസാരിച്ചായിരുന്നു, നിങ്ങൾക്ക് ടെൻഷൻ വരുമ്പോൾ നിങ്ങളുടെ മെൻറ്ററിനോട് പോയി സംസാരിക്കാം. അപ്പം സാറാണ് എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തത്. അപ്പം അങ്ങനെ ചെയ്ത് നമ്മൾ എന്തായാലും ക്ലിയർ ആവും എന്നുള്ളൊരു ചിന്തയോടങ്ങ് പോയച്ചാൽ മതി. പോസിറ്റീവായിട്ട് ഇരുന്നാൽ പോസിറ്റീവായിട്ട് സംഭവങ്ങൾ നടക്കും. അപ്പോൾ ഇങ്ങനെ പഠിക്കാം. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിട്ട് ഞാൻ ഇതുപോലെ ആൻസർ തരാം. അല്ലാതെ എനിക്ക് എന്ത് ടോപ്പിക്കിൽ സംസാരിക്കണമെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, പറഞ്ഞുതരാം. പിന്നെ അഡ്മിഷൻ എങ്ങനെയാണ് അവിടെ കിട്ടുന്നതെന്നുള്ളത് ഇപ്പോഴത്തെ ക്രൈറ്റീരിയ സത്യമായിട്ട് എനിക്കറിയില്ല. ഗാലക്സി ഇന്നിൽ ഞാൻ കയറിയ സമയത്ത് ഉള്ള ക്രൈറ്റീരിയ ആയിരിക്കത്തില്ല ചിലപ്പോൾ ഇപ്പം. അപ്പം ഞാൻ നീറ്റ് മാർക്കിൻ്റെ അനുസരിച്ചാണ്, ഞങ്ങൾ 3rd അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പം ഞങ്ങളെല്ലാവരും അവിടെ വന്നു. പക്ഷേ അപ്പം അത് ഗേൾസ് ഉള്ളി ക്യാമ്പസും അല്ലായിരുന്നു. ഞങ്ങൾക്ക് എനിക്ക് A ബ്ലോക്കിലും എൻ്റെ റൂംമേറ്റ്സിന് D ബ്ലോക്കിലുമായിരുന്നു. ഞങ്ങളാകെ ഒരാഴ്ചത്തെ ഗ്യാപ്പിലാണ് വന്നത്. ഞാൻ ആദ്യം വന്ന് അവർ പിന്നെ വന്നു. അപ്പം അത് ഡിഫർ ചെയ്യാം. അപ്പം നിങ്ങൾ അവരോട് തന്നെ ചോദിക്കുന്നതായിരിക്കും, ബന്ധപ്പെടുന്നതാണ് ഏറ്റവും ബെറ്റർ.